സുഹൃത്തുക്കളെ, നമ്മൾ ഈ പ്രാവ് മുടങ്ങിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴഞ്ഞിട്ട് ഇന്നിത് റെഡി ആയിരിക്കുന്ന പ്രാവ്. ഇന്നിപ്പോ ഇത് 5ാമത്തെ ദിവസമാണ് ഈ പ്രാവ് മുടങ്ങിട്ട് കുഴഞ്ഞിട്ട് റെഡി ആയി. ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മൾ ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട് കൊടുത്ത മരുന്ന് ഏതാണെന്ന് കാണിച്ചു തരാം. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു കാണിച്ചു തരാം. ഇപ്പൊ പ്രാവിന്റെ കണ്ടീഷൻ ഒന്ന് കണ്ടു. അതാണ് പ്രാവ് കുഴഞ്ഞിട്ട്. അത് ഞാൻ വീഡിയോ ഇട്ടുതരാം. അത് നമ്മൾ കൊടുത്ത മരുന്ന് ഇതാണ് ലീവ് ടോട്ടല്. ഇത് അഞ്ചാമത്തെ ദിവസമാണ്. പക്ഷെ 4 ദിവസമാണ് നമ്മൾ ഈ മരുന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും പ്രാവ് ഓക്കെ. പക്ഷെ അത് കൊടുക്കുന്ന നല്ല രീതിയിൽ കൊടുത്ത് പ്രാവിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. പ്രാവ് നല്ല ഹീലിംഗ് ആയിട്ട് ക്ലിയർ ആയി വരും. ഓക്കെ. അപ്പൊ ഈ മരുന്ന് കൊടുത്തിട്ട് ഞാൻ 10 പുള്ളിയാണ് ആ പ്രാവിന് കൊടുത്തത്. 10 പുള്ളി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സിറിഞ്ചില് വെള്ളം അടിച്ചു കൊടുക്കും. അതാണ് ചെയ്തത്. ഡയറക്റ്റ് മരുന്ന് കൊടുക്കുക, സിറിഞ്ചില് വെള്ളം അടിച്ചു കൊടുക്കുക. അതാണ് ആ പ്രാവൻ ചെയ്തത്. ഞാൻ ആ പ്രാവിന്റെ കുഴഞ്ഞു കിടക്കുമ്പോൾ ഉള്ള വീഡിയോ കാണിച്ചു തരാം. ഈ പ്രാവ് 2 മുട കിട്ടിയതിന് ശേഷമാണ് കുഴഞ്ഞിരിക്കുന്നത്. അതാണ് കുഴപ്പമില്ല. വേണ്ട, അതല്ല ഒരു മുട കിട്ടിട്ട് കുഴഞ്ഞെങ്കിൽ ആ പ്രാവ് മറ്റേ മുടുക ഇടാൻ കുറച്ച് കളിക്കും. അത് ചിലപ്പോൾ അതിൽ ആ മുടുക വരാനുള്ള ശേഷി ആ പ്രാവിനുണ്ടാവില്ല. അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ചാവും. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അങ്ങനെ ഒരു മുടുക ഇട്ടിട്ടാണെങ്കിൽ ആ മുടുക നമ്മൾ മെല്ലെ വരാനായി ഞെക്കിയെടുക്കുക എന്തെങ്കിലും ചെയ്യണം. അത് അറിയണം. അല്ലാത്തവർ ചെയ്യരുത്. ഈ പ്രാവിനെ നന്നായി ശ്രദ്ധിക്കുക. തീറ്റയും വെള്ളവും ആട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്താൽ പ്രാവിന് ഇങ്ങനെ പ്രശ്നം വരില്ല. നമ്മുടെ കയ്യിൽ എത്തിയ പോലെ നമ്മൾ പ്രാവിനായിട്ട് കുറേ ആയിട്ട് ഇപ്പം നോക്കാറില്ല. അതുകൊണ്ട് വന്നാണ്. കുഴഞ്ഞ പ്രാവട്ടം കൂടെ കിട്ടിട്ട് കാല് കുഴഞ്ഞ പ്രാവാണ്. അതിൻ്റെ നിൽക്കപ്പം ശരിയായിട്ടില്ല. അപ്പം തീറ്റ നമ്മൾ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അതിനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുക്കൽ തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ് കേട്ടോ. പ്രാവ് എണീറ്റ് മുട്ടയിലിരിക്കൽ തുടങ്ങി സെറ്റായിട്ടാണ്.